CMR ലെക്സാലോജിക്ക് മാസപ്പൊടി കേസിൽ ഇഡി അന്വേഷണം തുടരുമെന്നുള്ളതാണ് നമ്മുടെ കോൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇഡി അന്വേഷണം തടയണമെന്ന് CMRന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിന് തൊട്ട് പിന്നാലെ ഇഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം അത് ഹൈക്കോടതി ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കായിരുന്നില്ല. നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആയിരുന്നു ഇഡി ഉദ്യോഗസ്ഥർ മീറ്റിംഗ്. അതിന്റെ പ്രധാനം ഇഡി ഡയറക്ടർ കൊച്ചിയിലേക്ക് വന്ന് ആ യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഒരു അന്വേഷണത്തിൽ ഇഡി ഡയറക്ടർ വന്ന് പങ്കെടുക്കുക, അതും കൊച്ചിയിലേക്ക് വന്ന് പങ്കെടുക്കുക എന്നത് അങ്ങേയറ്റം അസാധാരണമാണ്. അതുകൊണ്ട് തന്നെ അസാധാരണ നീക്കങ്ങൾക്ക്, അസാധാരണ നടപടികൾക്ക് ഇഡി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള ചോദ്യം ആ യോഗത്തിൽ നിന്ന് ഉയർത്തുന്നുണ്ട്. ആർ ശ്രീത്ത് വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ശ്രീത്ത്, എങ്ങനെയാണ് ഇഡിയുടെ നീക്കത്തെ CPM നേതൃത്വം കാണുന്നത്? CPM നേതൃത്വം കാണുന്നത് എങ്ങനെയാണ് ചോദ്യം പ്രസക്തമാവുന്നത്? നേരത്തെ വീണ ടിക്കെതിരെ റെയ്ഡിൽ CPM രാഷ്ട്രീയ പ്രതിരോധവുമായി ഇറങ്ങുക എന്ന് പറയുകയും വാഹനങ്ങൾ ആക്രമിക്കുക അടക്കമുള്ള അങ്ങേയറ്റത്തെ നടപടികൾ ഉണ്ടായിരുന്നു. ഇഡിയുടെ പുതിയ നീക്കത്തിലെ പൊളിറ്റിക്കൽ പ്രതിരോധം എങ്ങനെ വേണമെന്ന ആലോചന ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ ഉണ്ടാവുമോ? ശ്രീത്ത്. ഹാഷ്മി, ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിച്ചിരിക്കുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന്റെ പ്രധാന അജണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങൾ വിശദമായി വിലയിരുത്തിക്കൊണ്ടുള്ള സമഗ്ര അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുക എന്നാണ്. ഏരിയ തലം വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയ യോഗങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ റിപ്പോർട്ടായിരിക്കും സംസ്ഥാന കമ്മിറ്റിയിൽ മറ്റന്നാൾ നടക്കാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു റിപ്പോർട്ട് ക്രോഡീകരണത്തിലേക്ക് വരികയാണ്. എന്നാൽ മറ്റ് പൊതുവിഷയങ്ങൾ കൂടി ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി കൂടി പങ്കെടുക്കുന്ന യോഗമാണിത്. EDക്കെതിരെ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലടക്കം അറസ്റ്റ് വരിച്ച ആളാണ് ജനറൽ സെക്രട്ടറി MA ബേബി. എന്നാൽ തിരുവനന്തപുരത്ത് നടന്ന അക്രമ സംഭവങ്ങൾ ഈ സമരങ്ങളുടെ ആകെ മുനയൊടിക്കുന്ന തരത്തിലായിപ്പോയി എന്ന വിമർശനം കൂടിയുണ്ട്. 25-ലേറെ CPIMന്റെ പ്രവർത്തകർ ഇപ്പോൾ റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിലിലുമാണ്. അതുകൊണ്ട് തന്നെ ED വിരുദ്ധ സമരത്തിൻ്റെ മുനയൊടിക്കുന്ന അക്രമ പ്രവർത്തനം കേരളത്തിൽ ഉണ്ടായത് വലിയ തോതിൽ CPIMനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതിന് ആ നിലപാടിൽ അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് വേണം ഇനി EDയുടെ അടുത്ത നീക്കങ്ങളെ പ്രതിരോധിക്കാൻ. അപ്പോൾ നേരത്തെ EDക്ക് നേരെ ഉണ്ടായ അക്രമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് കടുപ്പിക്കാനും ഒപ്പം തന്നെ നടപടികൾ കടുപ്പിക്കാനും ED നീക്കം നടത്തും. ഒപ്പം തന്നെ കേസിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി കൂടി ഉത്തരവ് കൂടി വന്ന സാഹചര്യത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികളിലേക്ക് നീങ്ങുമ്പോൾ എങ്ങനെ പ്രതിരോധം ചമയ്ക്കും അല്ലെങ്കിൽ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അവിടെ നേരത്തെ EDക്കെതിരെ നടന്ന അക്രമം അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തുമെന്ന് പറയുന്ന ഘട്ടത്തിലാണ് അന്വേഷണ ഏജൻസിക്കെതിരെ ഇത്തരമൊരു അക്രമം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്ന കാര്യത്തെപ്പറ്റി ഗൗരവതരമായ ഒരു ചർച്ച ഈ സെക്രട്ടറി യോഗത്തിൽ നടക്കും, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾക്കിടയിലെങ്കിലും നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് എങ്ങനെയായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വീണ തനിക്കെതിരെ വന്ന തൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിന് CPIMനെ ആശ്രയിക്കുന്നതിന് പകരം അത് നിയമപരമായി നേരിടുന്നതല്ലേ നല്ലതെന്ന അഭിപ്രായം പാർട്ടിയുടെ പല കോണുകളിലുമുണ്ട്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ അത് ശക്തമായി ഉന്നയിക്കാൻ ആർക്കും കഴിയുന്നില്ല. പ്രത്യേകിച്ചും പിണറായി വിജയനെ പോലുള്ള ഒരു സ്റ്റാൾവാർട്ടായ നേതാവ് വന്നിരിക്കുന്ന യോഗത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേസിൽ ഇത്തരമൊരു കർശന നിലപാടൊന്നും എടുക്കാൻ CPIMലെ മറ്റ് നേതാക്കളാരും തയ്യാറാകില്ല എന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ തലത്തിലൊക്കെ മാത്രമാണ് അത്തരം ശബ്ദങ്ങൾ ഉയരുന്നത്. എങ്കിൽ പോലും ഈ കേസിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പിണറായിയിലേക്ക് തിരിയുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയ പ്രതിരോധത്തിനൊരു സാധ്യത കൈവരുന്നത്. കാരണം പിണറായിയെ വേട്ടയാടാനുള്ള നീക്കമാണെങ്കിൽ പാർട്ടി ഒറ്റക്കെട്ടായി തങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ സംരക്ഷിക്കാനായി രംഗത്തിറങ്ങേണ്ടി വരും. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ഒരു വീണയ്ക്കെതിരെ മാത്രമായ ഒരു നീക്കത്തെ പ്രതിരോധിക്കാൻ CPIMന് ബാധ്യതയുണ്ടോ എന്ന ചോദ്യം CPIMന് നേരെ ഇപ്പോൾ ഉയർന്നു പൊന്തുകയാണ്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.